നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ലോകം നമ്മളെ കൂടെ നിൽക്കുന്നുള്ളത് സത്യം തന്നെയാണ്. എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ MBBS പഠിക്കുന്ന സമയത്ത് എസ്പെഷ്യലി സെക്കൻഡ് ഇയർ ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഡെവലപ്മെൻറ്റ് നീഡുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് എന്ന് പറഞ്ഞ ഒരു ഇതായിരുന്നു മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ MBBS കാലഘട്ടത്തിൽ തന്നെ ഞാൻ ഡെവലപ്മെൻറ്റ് നീഡുള്ള കുട്ടികളുടെ കൂടെ ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ പീഡിയാട്രിക്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കിട്ടി. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിഷ്യൻ്റെ അണ്ടറിൽ ട്രെയിനിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടി കിട്ടി. അതും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിരുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന റൂട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ കോവിഡിൻ്റെ സമയമായി, എല്ലാ ടൈം എല്ലാവരും സ്റ്റക്കായിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഞാനും ഭയങ്കര ടെൻസ്ഡായി, ഇങ്ങനെ എന്ത് ചെയ്യും ഇനി. എനിക്കാണെങ്കിൽ ഡെവലപ്മെൻറ്റ് പീഡിയാട്രിക്സ് തന്നെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ജനറൽ പീഡിയാട്രിക്സ് തന്നെ ആ സമയത്ത് വർക്ക് ചെയ്തു. ഒരു കൺസൾട്ടൻ്റായിട്ട് 1-2 ഹോസ്പിറ്റലിൽ പോകാറുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഒബ്സർവർഷിപ്പിന് വേണ്ടിയിട്ട് ഇംഹാൻസിൽ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഇംഹാൻസിൽ ഒബ്സർവർഷിപ്പ് ചെയ്തു. എക്സാം വന്നു, CMC വെല്ലൂരിൻ്റെ എക്സാം. അങ്ങനെ വെല്ലൂരിൻ്റെ എക്സാം എഴുതി, ഇൻ്റർവ്യൂവും എല്ലാം ക്വാളിഫൈ ചെയ്തു. ദൈവാനുഗ്രഹം പോലെ എനിക്ക് ഭയങ്കര ഒരു എൻ്റെ ഫീൽ തന്നെ മൊത്തത്തിൽ ചേഞ്ചായി. ഡെവലപ്മെൻറ്റ് പീഡിയാട്രിക്സ് അൾട്ടിമേറ്റ്ലി ഞാൻ നേടി. അതും ഇന്ത്യയിൽ നിന്നല്ല, വൺ ഓഫ് ദി വേൾഡിൻ്റെ ബെസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ചെയ്യാന്നുള്ളത്. അങ്ങനെ 2 ഇയർ അവിടെ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് ചെയ്തു. കൂടെ IAPയുടെ ഫെലോഷിപ്പ് കൂടി ചെയ്യാൻ പറ്റി. അങ്ങനെ അവിടെ നിന്നാണ് ശരിക്കും ഡെവലപ്മെൻറ്റ് പീഡിയാട്രിക്സ് എന്താണ്, ഒരു ഡെവലപ്മെൻറ്റ് നീഡുള്ള കുട്ടികളെ ശരിക്കും എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, പാരൻസിൻ്റെ ഇൻവോൾവ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തുടങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ്. അങ്ങനെ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് തന്നെ ചേവായൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ 1-2 ആഴ്ചയിൽ തന്നെ എനിക്ക് പല ഡിസ്ട്രിക്ട്സിൽ നിന്ന് കുട്ടികൾ വരാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്നെ പ്രതീക്ഷിച്ച് കുട്ടികൾ വന്നു തുടങ്ങി. അങ്ങനെ ഒരു 1-2 മാസത്തിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ പല സ്ഥലങ്ങളിൽ ആളുകൾ വരാൻ തുടങ്ങി. ഇപ്പോൾ ഈ മാസം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് തന്നെ ഒരുപാട്, ഞാൻ പോലും ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരാൻ തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച തന്നെ എടുക്കുകയാണെങ്കിൽ ജർമ്മനിയിൽ നിന്നും UK US നിന്നൊക്കെ കുട്ടികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ഞാൻ സംസാരിച്ചത് ഓസ്ട്രേലിയയിലെ പാരൻസിനുമായിട്ടാണ്. അങ്ങനെ ലോകത്തു നിന്ന് തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരാൻ തുടങ്ങി. ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഡെവലപ്മെൻറ്റ് പീഡിയാട്രിഷ്യൻ എന്ന നിലയ്ക്ക് ആളുകൾ എന്നെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങി. വരുന്ന കുട്ടികൾക്ക് നല്ലൊരു മാറ്റവും കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ പാരൻറ്റ് മീഡിയേറ്റ് ഇൻ്റർവെൻഷനാണ്. പിന്നെ പരമാവധി നമ്മൾ സ്റ്റാൻഡേർഡ് ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് കുട്ടികളെ അസസ്മെൻറ്റ് ചെയ്യുന്നത്. പിന്നെ അവരെ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്നിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നത്.